നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 13 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. നിശ്ചിത വ്യവസ്ഥകൾ പാലിച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇന്ന് കഠിന പ്രയത്നം ആവശ്യമായി വരും. ഏറ്റെടുത്ത ജോലികളിൽ അപ്രതീക്ഷിതമായ കാലതാമസം നേരിടാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഓരോ നീക്കത്തിലും കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഭവനത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ യോഗമുള്ള ദിവസമാണിത്. പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനും ബന്ധുക്കളുടെ പ്രീതി പിടിച്ചുപറ്റാനും സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഗുണകരമായ സഹായങ്ങൾ ലഭിക്കും. ദീർഘനാളായി മുടങ്ങിക്കിടന്ന വഴിപാടുകളോ പുണ്യകർമ്മങ്ങളോ പൂർത്തിയാക്കാൻ ഇന്ന് അവസരം ലഭിക്കും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന ശുഭദിനമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണിത്. പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷ്മത പുലർത്തുന്നത് ഗുണം ചെയ്യും. ആമാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പനി ജലദോഷം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശുചിത്വത്തിൽ ശ്രദ്ധിക്കുക. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ശാരീരിക ക്ഷീണം അലട്ടാതെ ജാഗ്രത പുലർത്തുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിയും വിജയവും ഉണ്ടാകും. തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം പുത്രഭാഗ്യവും ധനലാഭവും ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ സാഹചര്യമൊരുങ്ങും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ശുഭദിനമാണിത്. അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ അനാവശ്യമായ അപവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ഇത്തരം സാഹചര്യങ്ങളെ വിവേകത്തോടെയും ശാന്തതയോടെയും നേരിടുന്നത് ഗുണകരമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണിത്. മാതൃസ്ഥാനീയർക്ക് രോഗാവസ്ഥകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും മറ്റ് ഗ്രഹനിലകൾ അനുകൂലമായവർക്ക് ശുഭകരമായ ചില അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. എല്ലാ മേഖലകളിലും ഐശ്വര്യവും അഭിവൃദ്ധിയും ദൃശ്യമാകും. തൊഴിൽ വിജയത്തോടൊപ്പം സാമ്പത്തിക ലാഭവും വാഹനഭാഗ്യവും കൈവരും. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും ദാമ്പത്യ ഐക്യം വർദ്ധിക്കാനും സാഹചര്യമുണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം കരുതൽ എടുക്കേണ്ടതുണ്ട്. ജോലി സംബന്ധമായ കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്ന് മാറി അന്യദേശത്തേക്ക് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങൾ അവഗണിക്കരുത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സ്നേഹവും പിന്തുണയും ലഭിക്കുന്ന ദിവസമാണിത്. ഭവനത്തിൽ വിശേഷപ്പെട്ട ചടങ്ങുകൾ നടക്കും. പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാനും മനസ്സന്തോഷം അനുഭവിക്കാനും സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.